من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله تعالى في كلامه العزيز: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ എന്നുള്ളത് ജീവിതത്തിൻ്റെ നമ്മൾ ഇടപഴകുന്ന സകല മേഖലകളിലും പടച്ചവന്റെ വിധിവിലക്കുകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അതേത് മേഖലയായാലും തഖ്വ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ തീർച്ചയായും തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ നാളെ ആഖിറത്തിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് യാത്രകൾ പോകാറുണ്ട്. യാത്ര പോകാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലൊരാവശ്യമാണ് യാത്ര എന്നുള്ളത്. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും യാത്ര ചെയ്യാറുണ്ട്. ജോലിക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി, ഹജ്ജിന് വേണ്ടി, അതുപോലെ തന്നെ ഉംറയ്ക്ക് വേണ്ടി, കുടുംബ ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടി, സൗഹൃദ ബന്ധങ്ങൾ പുലർത്താൻ വേണ്ടി, അങ്ങനെ പല യാത്രകൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ യാത്ര ഏതുമായിക്കൊള്ളട്ടെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ അവൻ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഒരു വിശ്വാസിയായ യാത്രക്കാരൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ചില മര്യാദകളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 46-ാമത്തെ വചനത്തിൽ പറയുന്നു. നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്: അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ. അവര് ഭൂമിയിൽ യാത്ര ചെയ്യുന്നില്ലേ? കാഫിരീങ്ങളെ പറ്റി അവർ അള്ളാഹുവിനെ മനസ്സിലാക്കാതെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാതെ നിൽക്കുന്ന അവരോട് പറയുകയാണ്, അവര്
ഭൂമിയിൽ യാത്ര ചെയ്യുന്നില്ലേ? ഫതകൂന ലഹും ഖുലൂബുൻ, അങ്ങനെ യാത്ര ചെയ്തിരുന്നെങ്കിൽ അവർക്കുണ്ടാകുമായിരുന്നു ഖുലൂബുൻ യഅഖിലൂന ബിഹാ, ചിന്തിക്കുന്ന ഹൃദയമുണ്ടാകുമായിരുന്നു. ഔ ആദാനുൻ യസ്മഊന ബിഹാ, കേൾക്കുന്ന ചെവിയും ഉണ്ടാകുമായിരുന്നു. യാത്രകൾ ചെയ്യുമ്പം അവിടെ ഒരുപാട് കാഴ്ചകൾ, അല്ലെങ്കിൽ മുൻകടന്ന സമുദായങ്ങൾ, അവിടെ അള്ളാഹു അവരെ ശേഷിപ്പിച്ച അതിൻ്റെ അവശേഷിപ്പുകൾ, അതിലൂടെയൊക്കെ ചിന്തിക്കുന്നവന് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് മുൻഗാമികൾക്ക് വന്ന ശിക്ഷകളെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? യാത്രയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളുടെ ജീവിതം നന്നാക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. 10ഓളം ആയത്തുകളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നില്ലേ, നിങ്ങൾ യാത്ര ചെയ്യുക, അതിൽ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ റെഡിയാക്കുക, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രക്ക് ഒരുപാട് മര്യാദകൾ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമതായിട്ട് പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാം, യാത്ര എന്നുള്ളത് അതൊരു പരീക്ഷണമാണ്, അതൊരു പ്രയാസമാണ് എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പ്രവാചകൻ പറയുന്നു. ഒരു ഹദീസിൽ കാണാം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര എന്നുള്ളത് അത് ശിക്ഷയുടെ ഒരു കഷ്ണമാണ്, അല്ലെങ്കിൽ ശിക്ഷയുടെ ഒരു ഭാഗമാണ്. യംനഉ വഹദകും തആമഹു, നമ്മുടെ ഭക്ഷണം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. വശറാബഹു, പാനീയം ചിലപ്പം തടയപ്പെടും. വനൗമഹു, ഉറക്കം ചിലപ്പം തടയപ്പെടും. ഫഇദാ ഖളാ നഹ്മതഹു, യാത്ര പോയാൽ അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫൽയഅ്ജൽ ഇലാ അഹ്ലിഹി, അവൻ അവന്റെ കുടുംബത്തിലേക്ക് തന്നെ പെട്ടെന്ന് മടങ്ങി വരിക. ഒരു കാര്യത്തിന് വേണ്ടി യാത്ര പോവുകയാണെങ്കിൽ അവന്റെ ആവശ്യം പൂർത്തീകരിച്ചാൽ ആ യാത്ര കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ല പറയുന്നു, മഅനാഹു, ഈ യാത്ര എന്ന് പറയുന്നത് ഒരു ശിക്ഷയുടെ ഒരു കഷ്ണമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യംനഉ കമാലുഹാ വലദീദുഹാ, യാത്രയിൽ നമുക്കൊരിക്കലും പൂർണ്ണത ലഭ്യമാവുകയില്ല. നമ്മളുടെ ഉറക്കം, ഭക്ഷണം, പാനീയം അതൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ലഭ്യമാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല ലിമാ ഫീഹി മിനൽ മശഖത്തി വത്തഅബ്, അതിൻ്റെതായ പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തമായ കാലാവസ്ഥകളും അവസ്ഥകളും നമ്മൾ സഹിക്കേണ്ടി വരും. ഒരുപാട് ത്യാഗങ്ങൾ, നമ്മൾ വീട്ടിൽ സുഖമായി ഇരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ നമുക്കൊരിക്കലും യാത്രയിൽ ചെയ്യാൻ സാധ്യമല്ല. ആ ഒരു സമാധാനം നമുക്ക് യാത്രയിൽ ലഭ്യമാവുകയില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമ്മൾ യാത്രയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാൽ യാത്ര കഴിഞ്ഞ് നിങ്ങൾ സമാധാനത്തിന് വേണ്ടി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പെട്ടെന്ന് വരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. യാത്രയിലൂടെയാണ് ഒരാളുടെ വ്യക്തിത്വം പ്രകടമാവുക. ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സംഭവം കാണാം. ഒരാളെ കുറിച്ച് ഉമർ റളിയല്ലാഹുവിനോട് ഒരാൾ പറഞ്ഞു, ഇന്ന ഫുലാനൻ റജുലു സിദ്ഖിൻ, ഇയാൾ നല്ല സത്യസന്ധനാണ് എന്ന് ഉമർ റളിയല്ലാഹുവിനോട് ഒരാൾ പറഞ്ഞു. അപ്പൊ തന്നെ ഉമർ റളിയല്ലാഹു തിരിച്ചു ചോദിച്ചു, ഹൽ സാഫർത മഅഹു, നീ അവന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? നീ അയാളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? പിന്നെ രണ്ടാമതായിട്ട് ചോദിച്ചു, ഫകാനത് ബൈനക വബൈനഹു ഖുസൂമ, നിന്റെയും അവന്റെയും ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ നടന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, യാത്ര ചെയ്തിട്ടില്ല, തർക്കങ്ങളും നടന്നിട്ടില്ല. പിന്നെ ചോദിച്ചു, അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം നീ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇല്ല. എന്നാൽ നിനക്ക് അവനെ കുറിച്ച് ഒന്നും അറിയുകയില്ല. ഓൻ പള്ളിയിൽ തല താഴ്ത്തുകയും കുനിക്കുകയും ചെയ്യുന്നത് മാത്രമാണ് നീ കണ്ടിട്ടുള്ളത്. നീ അവന്റെ കൂടെ യാത്ര ചെയ്യാത്തോടത്തോളം കാലം അവന്റെ തനി സ്വഭാവം, യഥാർത്ഥ വ്യക്തിത്വം നിനക്ക് മനസ്സിലാവുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ യാത്ര ചോദിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
സാലിം ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അബി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇദാ അതാഹു റജുലു വഹു യുരീദു സഫർ, ആരെങ്കിലും യാത്ര ചോദിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നാൽ അദ്ദേഹം പറയുമായിരുന്നു, ഉവദ്ദിഉക, ഞാൻ നിന്നെ യാത്ര അയക്കുന്നു, കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവദ്ദിഉന, റസൂലുള്ളാഹ് ഞങ്ങളെ യാത്ര അയച്ചതുപോലെ ഞാനും നിന്നെ യാത്ര അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുമായിരുന്നു, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക. ഒരാളെ യാത്ര ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ദുആയാണത്. അസ്തൗദിഉല്ലാഹ ദീനക, നിന്റെ ദീനിനെ അല്ലാഹുവിനെ ഞാൻ ഏൽപ്പിക്കുന്നു, വ അമാനതക, നിന്റെ വിശ്വസ്തതയെ ഞാൻ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു, വ ഖവാതിമ അമലിക, നിന്റെ സൽക്കർമ്മങ്ങളുടെ പര്യവസാനത്തെ അല്ലാഹുവിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര അയക്കാറുണ്ടായിരുന്നു. ഇത് പ്രവാചകൻ ചെയ്തതായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ ഒരാൾ പ്രവാചകന്റെ അടുത്ത് വന്ന്, യാ റസൂലുള്ളാഹ് ഇന്നി ഉരീദു അൻ ഉസാഫിറ, ഞാൻ യാത്ര പോവുകയാണെന്ന് പറഞ്ഞു, ഫൗസിനി, എനിക്ക് വസിയത്ത് നൽകൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അലൈക ബിത്തഖ്വല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വത്തക്ബീരി അലാ കുല്ലി ശറഫിൻ, എല്ലാ മഹത്വത്തിലും നീ അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. ഫലമ്മാൻ വല്ല റജുലു, അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോവാൻ നോക്കിയപ്പം റസൂൽ പറഞ്ഞു, അദ്ദേഹം തിരിഞ്ഞിങ്ങനെ നടന്നു പോയപ്പം പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇത്വി ലഹുൽ അർള, ഭൂമി അദ്ദേഹത്തിന് ചുരുക്കി കൊടുക്കണേ, വഹവ്വിൻ അലൈഹി സഫറ, യാത്രയെ എളുപ്പമാക്കി കൊടുക്കണേ. നമ്മൾ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതൊക്കെ പ്രവാചകന്റെ ചര്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരാളെ യാത്ര പോയിട്ട് വന്ന് പറയുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പറയൽ സുന്നത്താണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒറ്റക്കുള്ള യാത്രകൾ ഒഴിവാക്കലാണ് ഉത്തമം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൻ നാസു മാ ഫിൽ വഹ്ദ, ഒറ്റക്കുള്ളതിലുള്ള ബുദ്ധിമുട്ട്, അതിന്റെ ഉപദ്രവം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരാളും രാത്രി ഒറ്റക്ക് യാത്ര ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ സുരക്ഷിതം നമ്മൾ ഒരു സംഘത്തോടൊപ്പം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. സംഘമായി യാത്ര ചെയ്യുന്നത് ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ സാധ്യമല്ല. നമ്മൾ ഒറ്റക്കാകുമ്പോൾ പാപങ്ങൾ ചെയ്യാൻ നമ്മളുടെ മനസ്സ് വിതുമ്പും. ഇതൊക്കെ ഒറ്റക്കുള്ള യാത്രകളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യരുത്, സംഘമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒറ്റക്കുള്ള യാത്രകളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഒറ്റക്ക് പോകാം, അതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒറ്റക്ക് പോകുന്നത് ഒഴിവാക്കലാണ് ഉത്തമമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ 3 പേരുള്ള യാത്രയാണെങ്കിൽ ഒരാളെ അമീറാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ, 3 ആളുകൾ ഒരു യാത്രയിൽ പുറപ്പെട്ടാൽ ഫൽയുഅമ്മിറു അഹദഹും, അവരുടെ കൂട്ടത്തിൽ ഒരാളെ അമീറായിട്ട്, നേതാവായിട്ട് നിശ്ചയിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ 3-4 ആളുകൾ യാത്ര ചെയ്യുമ്പം ഒരു അമീറില്ലാത്തതിന്റെ പ്രശ്നം നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. യാത്രയിൽ പല വിഷയങ്ങൾ വരും, പല സന്ദർഭങ്ങൾ വരും, പല അവസ്ഥകൾ വരും. അതിനൊക്കെ മറികടക്കുമ്പം മനസ്സിലൊരു പകയും വിദ്വേഷവും ഇല്ലാതെ അതിനെ പരിഹരിക്കാവുന്ന ഒരു രീതിയാണ് അവിടെ ഒരു നേതാവ് ഉണ്ടാവുക എന്നുള്ളത്. ഇല്ലെങ്കിൽ അവൻ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചില്ല, അവൻ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലൊരു വിദ്വേഷവും പകയും ഒക്കെ ബാക്കിയാക്കി യാത്ര തീരുന്ന ഒരവസ്ഥ അതിലൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അമീറാക്കിയില്ലെങ്കിൽ അവിടെ പിന്നെ ശൈത്താനായിരിക്കും അമീറാക്കുക. ശൈത്താൻ അമീറാകുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രവണത നമുക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും എന്നുള്ളതാണ്. ആ ഒരു സംഘത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ അവൻ പരിശ്രമിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ആളുകൾ യാത്ര പോകുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും ഒരാൾ അമീറാക്കുക. ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, എല്ലാ അഭിപ്രായങ്ങളും ഒരുമിച്ച് കൂട്ടി അതിൽ നല്ലൊരു തീരുമാനം കൊടുക്കാൻ അമീറിന് സാധിക്കണം. അപ്പം ഒരു പ്രശ്നവുമില്ലാതെ ആ യാത്ര മനോഹരമായി തീരും എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ യാത്രയിലുടനീളം പ്രശ്നങ്ങളാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നതാണ്. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിദ്വേഷം ബാക്കി വെച്ച് തിരിച്ചു പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ അമീറാക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും.
അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസ്ഹബുൽ മലായികതു റിഫ്ഖത്തുൻ ഫീഹാ കൽബുൻ ഔ ജറസുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നായയോ മണിയോ ഉള്ള ഒരു യാത്രയിൽ ഒരു സംഘത്തിന്റെ കൂടെ മലക്കുകളുടെ സഹവാസം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഒഴിവാക്കാൻ പറഞ്ഞത്. നായയാണെന്ന് ഒഴിവാക്കാൻ പറഞ്ഞത്. ഇവിടെ പറയുന്ന നായ എന്നാൽ ഇസ്ലാമിൽ കാവൽ നായ്ക്കൾ, അതുപോലെ തന്നെ കൃഷിയിടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നായ്ക്കൾ, ഈ നായ്ക്കൾക്കൊക്കെ ഇസ്ലാമിൽ ഇളവുണ്ട്. ഇതല്ലാതെ പെട്ടെന്ന് പറഞ്ഞ് എല്ലാ യാത്രയിലും കൂടെ കൊണ്ട് നായകളെയും കൊണ്ട് നടക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് പരക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ മലക്കുകളുടെ സഹവാസം ഉണ്ടാവുകയില്ല, മലക്കുകളുടെ സംരക്ഷണം, അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് അതിലൂടെ ലഭ്യമാവുകയില്ല എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കുന്നു. അതുപോലെ ഇതിൽ രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം ജറസുൻ എന്നാണ്, മണി. അഥവാ ആ പുരാതന കാലത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ കഴുത്തിൽ മണി കെട്ടാറുണ്ടായിരുന്നു. ആ മണിയുടെ ശബ്ദമുള്ളിടത്ത് ഷെയ്ത്താൻ ആ മണിയുടെ ശബ്ദം ഷെയ്ത്താന്റെ സംഗീതമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള യാത്രകളിൽ മലക്കുകളുടെ സഹവാസം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പം യാത്രയിലെ ഒരു ഹരമാണ് മ്യൂസിക്കും ഡിജെകളും. ഇന്ന് അതിന്റെ ഒരു പ്രഹസനമാണ്. നമ്മൾ റോട്ടുമ്പോൾ നിൽക്കുമ്പം ഒരു ടൂറിസ്റ്റ് ബസ് നമ്മളുടെ മുന്നിലൂടെ സ്പീഡിൽ കടന്നു പോയാൽ ആ വഴിയൊക്കെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലുള്ള സംഗീതം, അല്ലെങ്കിൽ അതുപോലത്തെ പേക്കൂത്തുകൾ ആ ബസ്സിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പിൽ യാത്ര പോകുമ്പോൾ മ്യൂസിക്കുകൾ എല്ലാവരുടെയും സഹചാരിയാണല്ലോ. ആ ഒരു യാത്രയിൽ മലക്കുകളുടെ സഹവാസം ഉണ്ടാവുകയില്ല, സംരക്ഷണം ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ആ യാത്രയിൽ എന്തെങ്കിലും സംഭവിച്ചു പോവുകയാണെങ്കിൽ വളരെ മോശമായ അവസ്ഥയായിരിക്കും എന്നുള്ളത് പ്രവാചകൻ ഹദീസിലൂടെ നമുക്ക് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള യാത്രകൾ നമ്മൾ ഒഴിവാക്കണം. നമ്മളുടെ യാത്രയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മലക്കുകളുടെ സഹവാസത്തോടു കൂടിയുള്ള നല്ല യാത്രകൾ, പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ദീനിന്റെ അധ്യാപനങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുഴുകിയിട്ടുള്ള നമ്മുടെ കുടുംബ യാത്രകൾ, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള യാത്രകൾ, മറ്റു യാത്രകളൊക്കെ ഇത്തരത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ അധികരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ അതിനെ തൊട്ടാണ് ഈ ജറസ് എന്ന് പറ്റി മുന്നറിയിപ്പ് നൽകിയതെന്ന് ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് രക്തബന്ധുക്കളില്ലാതെ സ്ത്രീകൾ യാത്ര ചെയ്യരുത്. മഹ്റമിന്റെ കൂടെ അല്ലാതെ സ്ത്രീക്ക് യാത്രയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലാ യഹല്ലു ലി ഇംറാത്തിൻ, ഒരു സ്ത്രീക്ക് അനുവാദമില്ല, തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന, അൻതുസാഫിറ മസീറത യൗമിൻ വലൈലിൻ, ഒരു ദിവസം, ഒരു രാത്രിയും ഒരു പകലും നീണ്ടു നിൽക്കുന്ന യാത്ര ചെയ്യാൻ അനുവാദമില്ല. ലൈസ മഅഹാ ഹുർമത്തുൻ, ആ സ്ത്രീയുടെ കൂടെ അവന്റെ മഹറമായ, അവർക്ക് രക്തബന്ധം ഹറാമായ ഒരു മഹറമായ ഉത്തരവാദിത്തപ്പെട്ട ഒരു രക്ഷകർത്താവില്ലാതെ സ്ത്രീക്ക് യാത്ര അനുവാദമില്ല എന്ന് പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഹജ്ജിനും ഉംറക്കാണെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് പ്രവാചകൻ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഒരു ഹദീസ് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലു അന്ന റജുലുൻ ബിഇംറാത്തിൻ, ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത്. വലാ തുസാഫിറന ഇംറാത്തുൻ ഇല്ലാ വമഅഹാ മഹ്റമുൻ, ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് അവന്റെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷാകർത്താവ് ഉണ്ടായിട്ടല്ലാതെ. ഫഖാമ റജുലൻ, അപ്പോൾ ഒരാൾ എണീറ്റ് നിന്ന് ഫഖാല യാ റസൂലുള്ളാഹ് ഉക്തുബ്തു ഫീ ഗസ്വതി കദാ വകദാ, എനിക്ക് ഇന്ന യുദ്ധത്തിൽ പോകാനുള്ള പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. വഖറജത് ഇംറഅതി ഹാജതൻ, എൻ്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, ഇദ്ഹബ് ഫഉജ്ജി മാ ഇംറതിക, നീ പോയിട്ട് നിന്റെ ഭാര്യയോടൊപ്പം പോയിട്ട് ഹജ്ജ് ചെയ്യുക. അപ്പൊ യാത്ര ചെയ്യുമ്പം നമ്മൾ മഹറമായ ഒരാള് സ്ത്രീകളുടെ കൂടെ ഉണ്ടാവുകയില്ല എന്ന് ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഇത് പല പ്രശ്നങ്ങളിലേക്കും ചെന്നെത്തിക്കുമെന്നുള്ളതാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഇത് കാരണം പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുകയും കൂടിക്കലരുകയും ചെയ്യുന്ന പല സാഹചര്യങ്ങളിലും ഇതിലൂടെ ഉണ്ടാകുന്നതായി നമുക്ക് കാണാം. യാത്രയിലൂടെ ഉണ്ടാകപ്പെടുന്ന എത്രയോ ബന്ധങ്ങളാണ്. നീ അവനുമായിട്ടുള്ള ബന്ധം എന്താ? ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു. അവൻ എപ്പോഴാണ് കണ്ടുമുട്ടിയത്? ഞങ്ങൾ യാത്രയിൽ കണ്ടുമുട്ടിയതാണ്. ഇത്തരത്തിലുള്ള സർവ്വ പ്രശ്നങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറയും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബക്കാർ എല്ലാവരും മഹറമല്ല.
മഹറം ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആരെന്നില്ലാതെ സ്ത്രീകളെ മഹറമല്ലാത്ത ആളുകളുടെ കൂടെ ഒറ്റയ്ക്ക് ബൈക്കിലുമൊക്കെ ആയിട്ട് വിടുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊന്നും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിനെ ന്യായീകരിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെ വലുതാണ്, അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലുതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു ഒരു നിയമം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ന്യായങ്ങൾ കണ്ടെത്തിയാലും പടച്ചവന്റെ ഒരു ഹിക്മത്ത് അതിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാത്രയിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ നമ്മളൊക്കെ അത്യാവശ്യമായി എന്നും നമ്മൾ ബൈക്കിലും കാറിലും ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചിരിക്കണം, മനഃപ്പാഠമാക്കിയിരിക്കണം. നമ്മുടെ യാത്രയിൽ വണ്ടിയിൽ കയറിയിരുന്ന് ചാവി കൊടുക്കുമ്പം അല്ലെങ്കിൽ റിമോട്ടിന്റെ കീ ഓൺ ആക്കുമ്പം നമുക്ക് ആദ്യമായി വരേണ്ടത് ഈ ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തവ അലാ ബഈദിഹി, ഒട്ടകത്തിന്റെ പുറത്ത് കയറി നേരെ ഇരുന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു ഇലാ സഫർ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടാൽ കബ്ബറ സലാസൻ, 3 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. പിന്നെ പ്രവാചകൻ പറയുന്ന ദീർഘമായ ഒരു ദുആ ഉണ്ട്, സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് പറയുകയാണ്, വമാ കുന്നാ ലഹു മുഖരിനീൻ, ഞാൻ വിചാരിച്ചാൽ എന്നെ കൊണ്ട് എനിക്കിതിനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. ഒരടിമയുടെ നിസ്സഹായതയെ തന്റെ ഉടമയുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പറയുന്നു, വഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങൾ മടങ്ങുന്നതിലേക്ക് ഞങ്ങളുടെ റബ്ബിലേക്ക് മാത്രമാണ് എന്ന് പറയുന്നു ഈ ഒരു പ്രാർത്ഥന. അതിനുശേഷം മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ ഇന്നി നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ, ഈ യാത്രയിൽ തഖ്വയെയും നന്മയെയും ഞങ്ങൾ ചോദിക്കുന്നു. വമിനൽ അമലി മാ തർള, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ യാത്രയിൽ ചെയ്യാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കണേ. വതുവി അന്നാ ബുഅദ, ഈ യാത്രയുടെ ദൂരം നീ ഞങ്ങൾക്ക് കുറച്ചു തരണേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, ഈ യാത്രയുടെ ഞങ്ങളുടെ കൂട്ടാളി നീയാണ് റബ്ബേ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പ്രതിനിധി നീയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ, യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വകഅബത്തിൽ മൻദർ, മോശമായ കാഴ്ചകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും ഒക്കെ മോശമായ അവസ്ഥ ഉണ്ടാകുന്നതിനെ പറ്റി ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് പ്രവാചകൻ. എത്ര അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണിത്. എല്ലാ വിഷയങ്ങളും പറയുന്നു. യാത്രയിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റണേ, നമ്മൾ വീട്ടിൽ ബാക്കിയാക്കി പോകുന്ന നമ്മുടെ സമ്പത്ത്, കുടുംബക്കാർ അവരുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദുആയാണ്. നമ്മളുടെ യാത്രയിൽ ഇത് നമ്മൾ പതിവാക്കുക. അതോടൊപ്പം നമ്മുടെ പിഞ്ചു മക്കൾക്ക് ഇത് പറഞ്ഞ് ശീലിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറുപ്രായത്തിൽ തന്നെ അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും പ്രവാചകൻ പറയുന്ന ഒരു യാത്രാ ഹദീസിന്റെ ഒരു ദുആ, ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നു, വൈദാ റജഅ, മടങ്ങി വരികയാണെങ്കിൽ ഖാലഹുന്ന, ഈ ദുആ പറയും. എന്നിട്ട് പറയും വസാദ ഫീഹിന്ന, അതിൽ അധികരിപ്പിക്കും, ആയിബൂൻ, ഞങ്ങൾ മടങ്ങി വരികയാണ്. തായിബൂൻ, പശ്ചാത്താപിച്ചുകൊണ്ട്. ആബിദൂൻ റബ്ബിന, ഞങ്ങളുടെ റബ്ബിനെ ആരാധിച്ചുകൊണ്ട്. ഹാമിദൂൻ, ഞങ്ങളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി വരുന്നു. ഈ ഒരു പ്രാർത്ഥന യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും പ്രവാചകൻ ചൊല്ലിയിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ദുആ പറയുന്നതിലൂടെ നമ്മുടെ അപകടങ്ങൾ ഇല്ലാതാകും എന്നുള്ളതാണ്. ഇനി അപകടങ്ങൾ വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളാൽ വലിയ ഷർറുകളെ തട്ടിപ്പോകുമെന്നൊക്കെ പണ്ഡിതന്മാർ ഇതിനെ പറ്റി വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ യാത്രകളിലൊക്കെ ഈ ദുആ നമ്മൾ മനഃപ്പാഠമാക്കി പഠിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. നാഥൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കയറ്റത്തിലും ഇറക്കത്തിലും വലിയ പ്രവാചകൻ പ്രാർത്ഥനകൾ ചെല്ലുമായിരുന്നു എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജിയൂഷുഹു, അദ്ദേഹത്തിന്റെ സൈന്യവും ഇദാ അലൗ സനായ,
ഇങ്ങനെ കയറ്റം കയറുമ്പോൾ കബ്ബറു, അവർ അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. വൈദാ ഹബതു, ഇനി കുന്നിറങ്ങുന്ന സമയത്ത് സബ്ബഹു, അവർ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. ഇത് വെറുതെ പറയുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സൈന്യവും യാത്ര ചെയ്യുമ്പോൾ അവര് പാലിച്ചിരുന്ന മര്യാദകളാണ് എന്ന് നമ്മൾ ഓർക്കുക. ഇത് ചര്യയാക്കി നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. നാഥൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. യാത്രയുടെ മര്യാദകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ മര്യാദകളൊക്കെ നമ്മളുടെ യാത്രകളിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു ചര്യയായി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ ഒരു ഹദീസിൽ പറയുന്ന കാര്യമാണ് യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ട് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സലാസു ദഅവാത്തിൻ മുസ്തജാബ്, 3 പ്രാർത്ഥനകൾ, 3 കൂട്ടരുടെ പ്രാർത്ഥനകൾ അതിന് ഉത്തരം നൽകും. ലാ ശക്ക ഫീഹിന്ന, അതിലൊരു സംശയവും വേണ്ട. അതിൽ ഒന്നാമത്തെ ആള് ദഅവത്തുൽ മദ്ലൂം, അക്രമത്തിന് ഇരയായവരുടെ പ്രാർത്ഥന, അത് അല്ലാഹു കേൾക്കും. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന, അത് അല്ലാഹു കേൾക്കും. വദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, ഈ 3 പ്രാർത്ഥന അല്ലാഹു ഉത്തരം നൽകുമെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ യാത്രക്കാരന്റെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് അതിൽ എടുത്തു പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് യാത്രയുടെ സമയത്തിൽ നമുക്ക് ഇങ്ങനത്തെയുള്ള പ്രാർത്ഥനകളൊക്കെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സമയമായി നമുക്ക് യാത്രയെ കാണാവുന്നതാണ്. നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഉത്തരം ലഭിക്കുന്ന ജുമയുടെ ദിവസം ഒരു സമയമുണ്ട്. ആ സമയം നിങ്ങൾക്ക് ചോദിച്ചാൽ അള്ളാഹു നൽകുമെന്ന് പറഞ്ഞു. നിസ്കാരത്തിന് ചോദിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞു. തഹജ്ജുദ് നമസ്കരിച്ച് അന്ത്യയാമങ്ങളിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞ മറ്റൊരു സ്ഥലമാണ് യാത്രയുടെ വേളയിൽ നിങ്ങൾ ദുആ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നെങ്കിൽ വീട്ടുകാരെ നേരത്തെ അറിയിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു, വെറുക്കുമായിരുന്നു, റജുലു അഹ്ലഹു തുറൂഖൻ, രാത്രി പറയാതെ വന്ന് വാതിൽ മുട്ടുന്നതിനെ റസൂലുള്ളാഹി വെറുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യത്റഖു അഹ്ലഹു, രാത്രി വന്ന് തന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് വാതിലിന് മുട്ടൂല. കാന ലാ യദ്ഖുലു ഇല്ലാ ഗുദുവതൻ ഔ അശിയൻ, രാവിലെയോ വൈകുന്നേരവുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരാറുള്ളത്. നമുക്കറിയാം, ഇന്ന് സർപ്രൈസ് വിസിറ്റുകൾ ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അത് ബാഹ്യമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് അതിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അവർക്കിടയിലുള്ള ബന്ധങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറയുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, വൃത്തിയുടെയും അലങ്കാരത്തിന്റെയും കാര്യത്തിൽ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരുക്കമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും അയാൾ ഭാര്യയെ കാണാൻ സാധിക്കുക. പറയാതെ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്ന ഒരു രൂപത്തിലോ കോലത്തിലോ വൃത്തിയിലോ അലങ്കാരത്തിലോ ആയിരിക്കില്ല ഭാര്യ അവിടെ ഉണ്ടാവുക എന്നുള്ളത്. അത് അവർക്കിടയിൽ അകൽച്ചയ്ക്ക് കാരണമാകും. എന്ന് പറയുന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ദീർഘകാലം വിട്ടുനിന്ന സ്ത്രീക്ക് രഹസ്യഭാഗത്തെ രോമം നീക്കം ചെയ്യാനും അതുപോലെ തന്നെ മുടി ജട പിടിച്ചവൾക്ക് അത് ചീതി ഒടുക്കാനുമാണ് ഈ സമയം അനുവദിക്കുന്നത് എന്ന് മറ്റൊരു ഹദീസിൽ കാണും. അതുപോലെ തന്നെ രണ്ടാമതായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഭാര്യയെ തൃപ്തികരമല്ലാത്ത ഒരവസ്ഥയിലായിരിക്കും അവിടെ കാണുക എന്നുള്ളത്. നമ്മുടെ ഇസ്ലാമിന്റെ ഒരു പൊതു തത്വമാണ് മറച്ചു വെക്കുക എന്നുള്ളത്. പാപങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ മറച്ചു വെക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഹദീസിൽ കാണാം, ഭാര്യമാരെ വഞ്ചകരായി കാണുന്നതിനും അതുപോലെ തെറ്റുകൾ കണ്ടെത്തുവാൻ നമ്മളങ്ങനെ പിറകെ അന്വേഷിക്കുന്നതിനുമൊക്കെ അങ്ങനെയുള്ള വരവുകൾ സാധ്യമാകുമെന്ന് പറയുന്നു. നമ്മൾ സർപ്രൈസ് വിസിറ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു നഫ്രത്ത്, ഒരു അകൽച്ച അവരുടെ ഇടയിൽ അതിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളത്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. സർപ്രൈസ് വിസിറ്റുകൾ നമ്മൾ ഒഴിവാക്കണം. വരുമെങ്കിൽ പറയുക, ഞാൻ ഇന്ന സമയം എത്തും എന്നിട്ട് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്രക്കിടയിൽ നമുക്ക് നമസ്കാരങ്ങൾ ജംഉം കസ്റുമാക്കാനുള്ള അനുവാദമുണ്ട്. അത് നമ്മൾ യാത്രയാകുമ്പോൾ അത് പാലിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് യാത്ര ചെയ്ത സമയത്ത് ളുഹറും അസ്റും ജമാക്കി നമസ്കരിച്ചിട്ടുണ്ട്, മഗ്രിബും ഇശാവും ജമാക്കി നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി 19 ദിവസം താമസിച്ചപ്പോൾ നമസ്കാരം ചുരുക്കിയാണ് നിസ്കരിച്ചത്. ളുഹർ 2 റക്അത്തും അസർ 2 റക്അത്തും അതുപോലെ തന്നെ ഇശാ 2 റക്അത്തുമായി ചുരുക്കി പ്രവാചകൻ നമസ്കാരം. അത് യാത്രയിൽ അള്ളാഹു തന്ന ഒരു ഇളവാണ്. അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഇളവുകൾ നൽകുമ്പോൾ ആ ഇളവിനെ മുതലെടുക്കുക എന്നുള്ളത്, അതിനെ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതിന് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുക. നേരെ മറിച്ച് അതിന്റെ പേരിൽ നമ്മൾ അതിനെ മുതലെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ യാത്രയുടെ വിഷയത്തിൽ നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്. ഇത്തരം ചര്യകൾ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാവുക. നാഥൻ നമുക്ക് ഇതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലിയൊരു യാത്രയിലാണ്. സ്വർഗത്തിലേക്കുള്ള, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. അള്ളാഹു പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെയാണ് നീ ഭൂമിയിൽ കഴിയേണ്ടത്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് നീ കഴിയേണ്ടത്. അപ്പൊ നമ്മൾ വലിയൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ഭൗതികമായ യാത്രയിൽ നമ്മളോട് ഒരുപാട് മര്യാദകൾ പ്രവാചകൻ പറയുമ്പോൾ യഥാർത്ഥമായ ഈ യാത്രയിൽ നമ്മൾ പടച്ചവനെ സൂക്ഷിക്കുക, തഖ്വ എന്നുള്ള ആ ഒരുക്കു മുതലിനെ നമ്മൾ മുറുകെ പിടിക്കണം. പടച്ചവൻ അത് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞത്, തസബ്ബദു, നിങ്ങൾ ഒരുക്കു മുതൽ റെഡിയാക്കുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല ഒരുക്കു മുതൽ അത് തഖ്വയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിനെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ നമ്മൾ ശ്രമിക്കുക. നാഥ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ജീവിക്കുന്ന കാലം അത്രയും നിന്നെ അനുസരിച്ച് നല്ല അടിമകളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അതൊക്കെ നീ മാറ്റിക്കൊടുക്കണേ നാഥ. രോഗം കൊണ്ടും മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്, അതെല്ലാം മാറ്റിക്കൊടുക്കണേ. മരണപ്പെട്ടവരുണ്ട്, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ. സന്തോഷവും സമാധാനവും നൽകണേ നാഥ. നിന്റെ പ്രവാചകനെ അനുസരിച്ച് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ നാഥ. ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായിട്ടും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. അതെല്ലാം നീ പുറത്ത് മാഫാക്കണേ നാഥ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ